ഇവിടെ തൊഴിൽ നിയമങ്ങളൊന്നും ബാധകമല്ല, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പണിയെടുത്താൽ മതി. ഇങ്ങനെ പറയുന്ന സ്ഥാപന മേധാവിയാണ് നിങ്ങൾക്കുള്ളത്. ഈ തൊഴിൽ ചൂഷണങ്ങളുണ്ടായ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ മാർഗ്ഗങ്ങളൊന്നുമില്ലേ? ചില മാർഗ്ഗങ്ങൾ പറയാം. കേരളത്തിലൊരു പെട്ടിക്കട മുതൽ കോർപ്പറേറ്റ് ഓഫീസുകൾക്ക് വരെ ബാധകമായ ഒരു നിയമമാണ് കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഈ ആക്ടിലെ ചില വ്യവസ്ഥകൾ പറയാം. ഈ ആക്ട് അനുസരിച്ച് ഒരു തൊഴിലാളി ഒരു തൊഴിലിൽ പ്രവേശിച്ച് ചെയ്യുമ്പോൾ അയാളുടെ നിന്ന് പഴയ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ ഇതൊന്നും വാങ്ങി വെക്കാൻ പാടില്ല. അതിനോടൊപ്പം അയാൾ ആ ജോലി വിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് അയാളെ പുറത്താക്കുകയാണെങ്കിൽ തന്നെ അയാൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് 7 ദിവസത്തിനകം അയാൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. ഒരു തൊഴിലാളി ഒരു ദിവസം പരമാവധി ജോലി ചെയ്യാവുന്ന സമയം 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയാണ്. അതുപോലെ 4 മണിക്കൂർ കഴിഞ്ഞാൽ ബ്രേക്ക് കൊടുത്തിരിക്കണം. 4 മണിക്കൂർ കൂടുതൽ തുടർച്ചയായിട്ട് ജോലി ചെയ്യാൻ പാടില്ല. ഇനി ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് അവധി കൊടുക്കണം. വർഷത്തിൽ 12 ദിവസം വേതനത്തോടുള്ള അവധി കൊടുക്കണം. ഇത്തരത്തിലുള്ള ധാരാളം വ്യവസ്ഥകൾ അതിലുണ്ട്. ഈ ആക്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വ്യവസ്ഥ, ഒരു തൊഴിലാളി ഒരു സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിടുകയാണെങ്കിൽ 1 മാസത്തിന് മുമ്പ് അയാൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കണം. ആ നോട്ടീസ് പീരീഡിൽ ശമ്പളത്തോടെ അയാളെ ജോലി ചെയ്യാൻ അനുവദിക്കണം. ഇനി പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട് തൊഴിലാളിക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർക്ക് അപ്പീൽ കൊടുക്കാം, നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ തൊഴിലാളിക്ക് ലേബർ kamissioner സൈറ്റിൽ പരാതി കൊടുക്കാം. lc.kerala.gov.in എന്നതാണ് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്. ഈ വെബ്സൈറ്റിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർക്ക് മുതൽ ലേബർ കമ്മീഷണർക്ക് വരെ പരാതി കൊടുക്കാം. മാത്രമല്ല, ഈ ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ കേസും ഫയൽ ചെയ്യാം. അതുപോലെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ തൊഴിലിടങ്ങളും ഈക്വൽ റെമ്യൂണറേഷൻ ആക്ടിൻ്റെയും മിനിമം വേജസ് ആക്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുന്നവയാണ്. ഈ പറയുന്ന ആക്ടുകൾ ലംഘിക്കപ്പെട്ടാലും ലേബർ കമ്മീഷണർക്ക് പരാതി കൊടുക്കാവുന്നതാണ്. കേരളത്തിലെ തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ടൊരു പ്രധാന പ്രശ്നം പരാതികൾ ഉണ്ടാവുന്നില്ല എന്നതാണ്. അതിന് തങ്ങൾ ഏത് തൊഴിലിടത്തിലാണ് ജോലി ചെയ്യുന്നത്, അവയ്ക്ക് ഏത് നിയമമാണ് ബാധകം, എവിടെയൊക്കെയാണ് പരാതി കൊടുക്കുന്നത് എന്നുള്ള അടിസ്ഥാന ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ഇതുണ്ടായെങ്കിൽ മാത്രമേ തൊഴിൽ എക്സ്പ്ലോയിറ്റേഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റൂ.